ഇന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞ അനിൽകുമാർ, അതേപോലെ അധ്യക്ഷപദം അലങ്കരിച്ച സുധീഷ്, അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അജിതേച്ചി, അതേപോലെ നന്ദി പറയുന്ന രവീന്ദ്രൻ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. തീരം റെസിഡൻസ് അസോസിയേഷൻ 2026 അതിൻ്റെ 6ാമത് വാർഷികാഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഓരോ റെസിഡൻസ് അസോസിയേഷനും ഒരു കൂട്ടായ്മയാണ്, ഒരു കൂട്ടിപ്പിടുത്തമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ അജിതേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അജിതേച്ചിയോട് ചോദിച്ചു, ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പരിപാടിയൊക്കെ അവതരിപ്പിക്കാനായിട്ടൊരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലം ഇനിയിപ്പോൾ ഇത് വിറ്റ് പോകുമോ, അതോ ഇവിടെ വീടെടുക്കുമോ, അതോ ഇതുപോലെ തന്നെ കിടക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ അജിതേച്ചിയോട് ചോദിക്കുക. ഇങ്ങനൊരു സ്ഥലം, ഇത്രയും ഈ വീടിനുള്ളിൽ ഇങ്ങനൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഭയങ്കര, ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ കുഞ്ഞു മക്കളുടെ പാട്ടും, അപ്പോൾ ഒരുപാട് കലാകാരന്മാരും കൂടെ നിറഞ്ഞ ഒരു നാട് തന്നെയാണ് ഇവിടെ. അതുപോലെ എല്ലാ തരത്തിലും, ഇപ്പം ഇത് കഴിട്ടു എല്ലാ തരത്തിലും നല്ല ഉയരങ്ങളിൽ ഓരോ പരിപാടിയും അതിൻ്റേതായ മാറ്റുരച്ചുകൊണ്ട് ഉള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതിനു മുന്നേ ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചിരുന്നു. അത് എന്നിട്ടും കുട്ടികളെന്താണെന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, 1500ഓളം വേദികളിൽ ഞാൻ ആ പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് 4 തവണ തുടർച്ചയായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും എന്നെ അങ്ങനെ ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 സിനിമ അഭിനയിച്ചു, അത് അങ്ങ് ഹിറ്റായി. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ, അതേപോലെ ആഭ്യന്തര കുറ്റവാളി, പിന്നെ പെരുമാനി, പാപ്പച്ചനൊളിവിലാണ്, അങ്ങനെ കുറച്ച് ഒരു 7ഓളം സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി. പക്ഷേ എന്നാൽ പോലും നാടകമാണ് എൻ്റെ ജീവിതം. നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശം തന്നെയാണ്. അപ്പം ഇവിടെയും നാടകം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും ഞാനിപ്പോൾ ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. അപ്പം ഞാൻ അധികം ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. കാരണം എല്ലാവരും ഒരു പ്രസംഗത്തിനെ കഴിഞ്ഞ് ഉപരി ഒരു പരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്കിവിടെ വരാനും നിങ്ങളോടൊപ്പം അല്പം ചെലവഴിക്കാനും അതിനവസരം ഉണ്ടാക്കിയതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ സംഘാടകരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ അജിതേച്ചിയോട് പറഞ്ഞാൽ നമുക്കിനി എന്ത് വേണമെങ്കിലും ചെയ്തു തരുന്ന ഒരു അജിതേച്ചിയാണെന്ന് എനിക്കറിയാം. കാരണം ഇനി എന്തൊക്കെ നമ്മുടെ പ്രദേശത്ത് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ എന്തായാലും അജിതേച്ചി നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ആശിക്കുകയാണ്. ഉണ്ടാവണം. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.